ഹായ്. ഇന്ന് നാളെ വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഗണേശനെയൊക്കെ ഒരുക്കുന്നതും എല്ലാം നാളെ ക്ലിയറായിട്ടൊരു വീഡിയോ ഇടുന്നതാണ്. ഇന്ന് ഇത്രയും ഒന്ന് എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. കൂടെ ശാലിനിയും നമിത എല്ലാവരും ഉണ്ട്, പൊന്നിയുണ്ട്. അവരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയിട്ട് നാളത്തെ പിന്നെ സുന്ദരികളാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. ത്രെഡിങ് എല്ലാം ചെയ്യാൻ പോയതാണ്. കൂടെ നമ്മുടെ താരക്കുട്ടിയുണ്ട്, അവളെയും കൂടെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാണാം വീഡിയോ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻ ചെയ്യുന്നത്. ഇവിടെ തമിഴുകാർക്കുമൊക്കെ ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ സ്റ്റേജുകളെല്ലാം കെട്ടിത്തുടങ്ങി. നാളെ ഗണേശനെ വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗണേശനെ ഒരുപാട് റോഡിലെല്ലാം ഗണേശനെ വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുഞ്ഞും അതിൻ്റെ വലുതും എല്ലാം. നാളെ വൈകുന്നേരം നമ്മളെല്ലാം നല്ല സാരിയെല്ലാം എടുത്ത് ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗണേശ ചതുർത്ഥിക്ക് എന്ത് പറയണേ ആഘോഷിച്ച് കുളമാക്കി വയ്ക്കും. ഇത് ഗണേശ ചതുർത്ഥിയുടെ തയ്യാറെടുപ്പുകളാണ്. സ്റ്റേജുകളെല്ലാം കെട്ടി ഇനി റോഡ് സൈഡിലോട്ടിരിക്കുന്ന ഗണേശനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. പിന്നെ ഇത് റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. ഗണേശൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. പല രീതിയിലും പല ഇതിലുള്ള പൊരികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പൂക്കൾ, അങ്ങനെ ഒരുപാട് ഗണേശൻ്റെ പല രീതിയിലുള്ള പ്രതിമകൾ. അത്രയും റഷും ഉണ്ട്. ഇന്ന് വന്ന് ബുക്ക് ചെയ്തിട്ട് പോകും, എന്നാലേ നാളെ വയ്ക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു 3 ദിവസമായിരിക്കും വയ്ക്കുന്ന ഗണേശനെ. അത് അല്ലെങ്കിൽ 5 ദിവസം, അങ്ങനത്തെ ഒരു കണക്കിനാണ് വയ്ക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വീക്ക് വലിയൊരു ഗണേശ ഉത്സവം തന്നെയുണ്ട്. ഗണേശൻ്റെ ഒരു പൂജ തന്നെയുണ്ട്. തേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിലിടാം. പിന്നെ ഈ ഒരു സമയത്ത് പൂക്കൾക്കും എല്ലാം ഭയങ്കര വില കൂടുതലാണ്. എല്ലാവരുടെ വീട്ടിലും പൂജ വയ്ക്കുന്നത് കൊണ്ട് പൂക്കളും പൊരി അതെല്ലാം വെച്ചിട്ട് പൂജ ചെയ്യും. വാഴയുടെ തണ്ട് എല്ലാം. പിന്നെ ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് ഒരുപാട് വഴി സൈഡിലെല്ലാം നല്ല റഷും ഉണ്ട്. അത്രയും ജനങ്ങൾ തിങ്ങി ഞെരങ്ങി എല്ലാവരും വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളിതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സന്ധ്യയായപ്പം വെളിയിലോട്ട് ഇറങ്ങിയതാണ്. കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ശാലിനിയും നമിത എല്ലാവരും ഉണ്ട്. പൊന്നിയാരോടെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ താരയെ കൂടെ കൊണ്ടുപോയായിരുന്നു കൂടെ കാണാനായിട്ട്. അടുത്തതാ തേജ് വരുന്നുണ്ട്. നീ ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ലേ? നാളത്തേക്ക് ഒരുങ്ങാൻ. നാളെ എന്താ സാരിയാ ചുരിദാറാ? ലെഹങ്ക. ഓക്കെ.
അതുകൊണ്ട് ഉമ്മയുടെ വീട്ടിലോട്ട് വന്നു. ഗണേശൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നിമജ്ജനം ചെയ്യണ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കൂടെ റീന ഉണ്ടായിരുന്നു, റീനയുടെ ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ. അവർ നാട്ടിൽ വന്നതാണ് ചേട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി. നമുക്ക് വടയെല്ലാം നന്നായിരുന്നു കഴിക്കാൻ. പിന്നെ അതെല്ലാം കൂടെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ അവരെടുക്കുന്ന സമയമായിരുന്നു പൂജ. ഇതിവിടെയാണ് നിമജ്ജനം ചെയ്യുന്ന സ്ഥലം. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടെയാണ് ഗണപതിയെ വെളിയിൽ വെച്ച് പൂജിച്ചിട്ട് അകത്തോട്ട് നമ്മൾ എടുത്തു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഗുള്ളും കൂടെ ഒരു ഹോട്ടലിൽ കയറി വടയും സാമ്പാറും കഴിച്ച്. ഞങ്ങൾ മാത്രമായിരുന്നു പോയിരുന്നത്. പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ